നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണവുമായി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ. ഡോക്ടർ VR പത്മനാഭൻ രചിച്ച വിജയപഥത്തിലെ നാഴികക്കല്ലുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. UDF സ്ഥാനാർത്ഥി റോജി M. ജോണിന്റെ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാൻ കാർഡിനായി അപേക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ ഏപ്രിൽ 1 മുതൽ മാറ്റം. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നതിനായി നിയമത്തിൽ സുപ്രധാന ഭേദഗതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണവുമായി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകൾക്കിടയിലും കാരുണ്യത്തിന്റെ തണലുമായി അഡ്വക്കേറ്റ് ചാർലി പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും അവർക്ക് കൂട്ടിരിക്കുന്നവർക്കും ഉച്ചഭക്ഷണം വിളമ്പി നൽകിയാണ് അദ്ദേഹം മാതൃകയായത്. NDAയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച സൗജന്യ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയിലാണ് സ്ഥാനാർത്ഥി നേരിട്ടെത്തിയത്. രോഗികളുടെയും ബന്ധുക്കളുടെയും പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം അവർക്കൊപ്പം സമയം ചെലവഴിക്കുകയും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പുകയും ചെയ്തു. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഈ അവസരത്തിൽ പറഞ്ഞു. 2020 ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ്, BJP കൊരട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ്, PD വർഗീസ്, KS ജയേഷ്, റൂഫസ് റബല്ലോ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ മലയാള വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന ഡോക്ടർ SS ജയകുമാറിന്റെ യാത്രയയപ്പ് സമ്മേളനം സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ ഷാജു KS അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജയകുമാർ SS രചിച്ച പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പുസ്തകവും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി പനമ്പള്ളി കോളേജ് പ്രസിദ്ധീകരിച്ച പുതുവൈബുകളുടെ പുതിയ ആകാശങ്ങൾ എന്ന പുസ്തകവും പ്രകാശിപ്പിച്ചു. പുസ്തകങ്ങൾ തൃശൂർ IASC പ്രിൻസിപ്പാൾ ഡോക്ടർ PV ഹാപ്പി ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പുസ്തകത്തിൽ പ്ലാറ്റോ മുതൽ സത്യാനന്തര കാലം വരെയുള്ള സാഹിത്യ മീമാംസാ സിദ്ധാന്തങ്ങൾ ലളിതമായി പ്രതിപാദിച്ചിരിക്കുന്നു. ജൻസി തലമുറ വൈബാക്കി മാറ്റിയ 26 നോവലുകളെ കുറിച്ചുള്ള പഠനമാണ് പുതുവൈബുകളുടെ പുതിയ ആകാശങ്ങൾ. കോളേജ് സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനത്തിൽ ആൽബർട്ട് ആന്റണി, ഷിൻഡോ M. കുര്യാക്കോസ്, ഡോക്ടർ MC ഗിരീഷ്, ഡോക്ടർ ലീന സാമുവൽ, ഡോക്ടർ K. ഷീജു, ഡോക്ടർ SS ജയകുമാർ, PS ശ്യാമ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ VR പത്മനാഭൻ രചിച്ച വിജയപഥത്തിലെ നാഴികക്കല്ലുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ വാസുദേവൻ പനമ്പള്ളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. യുവകവി രാജു മേക്കാടൻ പുസ്തകം ഏറ്റുവാങ്ങി. പരിയാരം ആശ്രയഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ മജീഷ്യൻ സാമ്രാജ് മുഖ്യാതിഥിയായി. ജോയി ചക്കേടത്ത്, അഡ്വക്കേറ്റ് അരുൺ OS സന്തോഷ് കുമാർ, സിസ്റ്റർ ഡയാന, സിമി, സനൂപ്, OS അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. സന്തോഷവും ചാരിതാർത്ഥ്യവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും. പ്രത്യേകിച്ച് സംഘർഷം കൊണ്ടും ഭീതി കൊണ്ടും പക കൊണ്ടും കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ എങ്ങനെ മനുഷ്യനെ സ്നേഹം കൊണ്ട് സാന്ത്വനിപ്പിക്കാമെന്ന്
യുക്തിസഹമായ ചിന്തകൾ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ കാണിച്ചു തന്ന വ്യക്തിയാണ് പപ്പേട്ടൻ. നമുക്കറിയാം, ഇന്ന് പശ്ചിമേഷ്യയിലും നടക്കുന്ന അല്ലെങ്കിൽ ഇറാനിൽ ഇസ്രായേലിലൊക്കെ നടക്കുന്ന അന്തരീക്ഷം നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇത് അസ്വസ്ഥമാക്കാറുണ്ട്. എന്തെങ്കിലും വലിയൊരു സയന്റിസ്റ്റായി മാറിയനെ അത്രമാത്രം ബുദ്ധി അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം ഇച്ഛാശക്തി, ഡെഡിക്കേഷൻ എന്ന് പറയുന്നൊരു വാക്കാണ്. ഇദ്ദേഹം പറഞ്ഞ ചെന്നൈ കോയമ്പത്തൂരായിരുന്നല്ലേ പത്മനാഭൻ സാറ് വല്ല പറയരുത്. ഇത് വായിക്കുന്നവരാണ്. ഇതിൻ്റെ ഭാഷ നല്ലതാണോ, ഇതിൻ്റെ അവതരണം നല്ലതാണോ, ഇത് എവിടെ നമ്മൾക്ക് ഒതുക്കി ചെയ്തിട്ടുണ്ട്, എവിടെ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നിരൂപണ ബുദ്ധിയോടെ നിരീക്ഷിക്കേണ്ടത് ഒരു വായനക്കാരൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും അവരുടെ അനുഭൂതിയുടെ ഭാഗവുമാണ്. UDF സ്ഥാനാർത്ഥി റോജി എം ജോണിന്റെ നിയോജകമണ്ഡല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CSA ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ ഗ്യാരണ്ടികളും 2 വർഷമായി കൃത്യമായി നടപ്പിലാക്കി വരികയാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. UDF നിയോജകമണ്ഡലം ചെയർമാൻ ബേബി വി മുണ്ടാടൻ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, ജബി മേത്തർ MP, സ്ഥാനാർത്ഥി റോജി എം ജോൺ, മുൻ MLA-മാരായ PJ ജോയ്, MA ചന്ദ്രശേഖരൻ, UDF നിയോജകമണ്ഡലം കൺവീനർ TM വർഗീസ്, RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് MK അലി, ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന സമിതി അംഗം ബൈജു മേനാച്ചേരി, അഡ്വക്കേറ്റ് ഷിയ പോൾ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ആൻഡു മാവേലി, സെബി കിടങ്ങൻ എന്നിവർ പങ്കെടുത്തു. I do believe this, because if this thing is happening, the bondage of Kerala will finish, the ties in the family will be broken, and we will feel that we are losing our children. പാൻ കാർഡിനായി അപേക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ ഏപ്രിൽ 1 മുതൽ മാറ്റം. നിലവിൽ പാൻ കാർഡിന് അപേക്ഷിക്കാൻ ആധാർ കാർഡ് മാത്രം മതി. എന്നാൽ ഏപ്രിൽ 1 മുതൽ ജനന തീയതി തെളിയിക്കാനായി കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ പുതിയ ആദായ നികുതി ചട്ടമനുസരിച്ച് ഏപ്രിൽ 1 മുതൽ പാൻ ആവശ്യമായി വരുന്ന ഇടപാടുകളുടെ പരിധിയിൽ ഇളവ് വരും. കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് പാനുമായി ബന്ധപ്പെട്ട് പരിഷ്കരണം കൊണ്ടുവരുന്നത്. പുതിയ പാൻ ചട്ടം കാലതാമസം, അധിക പേപ്പർ വർക്കുകൾ, ബാങ്കിംഗ്, നികുതി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ സഹായിക്കും എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഏപ്രിൽ 1 മുതൽ ആധാർ മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ജനന തീയതിയുടെ തെളിവായി അപേക്ഷകർ ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ കൂടി അധിക രേഖയായി സമർപ്പിക്കണം. എന്നാൽ മാർച്ച് 31 വരെ ആധാർ ഉപയോഗിച്ച് മാത്രം അപേക്ഷിക്കാം. അതിനുശേഷം മികച്ച പരിശോധന ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പ്രക്രിയ കർശനമാക്കുന്നത്. പുതിയ ആദായ നികുതി ചട്ടമനുസരിച്ച് പഴയതിന് പകരം പുതിയ പാൻ അപേക്ഷാ ഫോമുകൾ വരും. ചില അപേക്ഷകർക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് അപേക്ഷാ ഫോമിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ ആദായ നികുതി ചട്ടവുമായി ചേർന്ന് പോകുന്നതിനാണ് ഫോമിൽ മാറ്റം വരുത്തിയത്. 2029 പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നതിനായി നിയമത്തിൽ സുപ്രധാന ഭേദഗതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായേക്കും. 2023 പാർലമെന്റ് പാസാക്കിയ നാരീശക്തി അഭിനന്ദൻ അധിനിയം പ്രായോഗികമാക്കുന്നതിനാണ് പുതിയ ഭേദഗതികൾ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പാർലമെന്റിൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുക എന്ന ദീർഘകാലത്തെ ആവശ്യം യാഥാർത്ഥ്യമാകും. ഇതോടെ കേരളത്തിൽ നിലവിലെ 140 മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭാ സീറ്റുകൾ 210 ആകും. ലോക്സഭാ സീറ്റുകൾ 30 ഉയരും. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം നടത്തിയാൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 540 നിന്ന് 816 ഉയരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ 273 സീറ്റുകളിൽ വനിതകൾക്ക് സംവരണം ലഭിക്കും എന്നീ പാർട്ടികളുടെ നേതാക്കളുമായി അമിത് ഷാ ചർച്ച നടത്തി. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, SP പാർട്ടികളുമായി അദ്ദേഹം പിന്നീട് കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം.
സെൻസസ് നടപടികൾ 2029 ശേഷവും നീളാൻ സാധ്യതയുള്ളതിനാൽ മണ്ഡല പുനർനിർണയ കമ്മീഷൻ നിയമത്തിലും വനിതാ സംവരണ നിയമത്തിലും ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് ആലോചന. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം നടത്താനാണ് സർക്കാർ ആലോചന. നിലവിലുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സീറ്റുകളുടെ ആനുപാതത്തിൽ മാറ്റം വരുത്തില്ലെന്നും വിവരമുണ്ട്. ജനസംഖ്യാനുപാതികമായി സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഭയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ഈ നീക്കം സഹായിക്കും. അടുത്ത സെൻസസിന് ശേഷം മാത്രം സംവരണം എന്നതായിരുന്നു ആദ്യത്തെ പദ്ധതിയെങ്കിലും 2029 ഇത് നടപ്പിലാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചതോടെയാണ് നടപടികൾക്ക് വേഗത കൂടിയത്. ഈ നീക്കം യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമായി ഇത് മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പഴയ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതായി ചാലക്കുടിയിലെ UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചാലക്കുടിയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി ചാലക്കുടിക്കാരൻ തന്നെ വേണമെന്ന് 5 വർഷം മുമ്പ് ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. കോൺഗ്രസ് നേതാവും മുനിസിപ്പൽ കൌൺസിലറുമായ VO പൈലപ്പനാണ് 5 വർഷം മുമ്പ് ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ AICC സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതോടെ സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രവർത്തിക്കുകയും തുടർച്ചയായി CPM പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം പിടിച്ചെടുത്തു. ചിലർ സന്ദർഭത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ദുരിതാശ്വാസത്തോടെ പ്രചരിപ്പിക്കുന്നത്. വോട്ടർമാർ ഈ വഞ്ചനയിൽ അകപ്പെടരുത് എന്ന് നേതാക്കൾ പറഞ്ഞു. UDFന്റെ എതിർ സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ വീഡിയോ തെറ്റായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർ എക്കാലത്തും വോട്ട് ചെയ്തു പോന്നിട്ടുള്ളത്. ഒരു തരത്തിൽ ചിന്തിച്ചാൽ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടിക്കാരനല്ലെങ്കിലും കഴിഞ്ഞ 5 വർഷമായി ചാലക്കുടിക്കാരനായി ജീവിച്ചു പോരുന്നു എന്നതിനാൽ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ VO പൈലപ്പൻ, AB ജോർജ്, നഗരസഭാ ചെയർപേഴ്സൺ നാലി ഷിബു, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, MT ഡേവിസ്, II അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു. മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഈ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പല ആളുകൾക്കും തെറ്റിദ്ധാരണ വന്ന് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കണം. ആ തെറ്റിദ്ധാരണ തിരുത്താൻ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമായിട്ടാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുൻപ് ചാലക്കുടിയിൽ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. ആ 5 കൊല്ലം മുൻപ് അത് പറഞ്ഞതിന് ശേഷം പാർട്ടി ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് 27,000 വോട്ടിന് 26,000 ചില്ലറ വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച സ്ഥലത്തുനിന്ന് അതിനെ പുറകോട്ടടുപ്പിച്ച് 1000 ചില്ലാനം വോട്ടിന് ആ വന്ന സ്ഥാനാർത്ഥിനെ ജയിപ്പിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇവിടെയുള്ളവർ. അത് ഇവിടുത്തെ ജനങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. പക്ഷെ ആഗോള വിപണിയിൽ എണ്ണ വില കുറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിരിച്ചുകയറി വീണ്ടും 1 ലക്ഷത്തിന് മുകളിലെത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് ഒറ്റയടിക്ക് 2,160 രൂപയാണ് കുറഞ്ഞത്. 1,02,920 രൂപയാണ് പുതിയ സ്വർണ്ണവില. ഗ്രാമിന് ആനുപാതികമായി 270 രൂപയാണ് കുറഞ്ഞത്. 12,865 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മാസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച 1 ലക്ഷത്തിന് താഴെ എത്തിയ സ്വർണ്ണവില വൈകിട്ടോടെയാണ് തിരിച്ച് 1 ലക്ഷത്തിന് മുകളിൽ എത്തിയത്. തുടർന്ന് രാത്രിയോടെ വീണ്ടും ഉയർന്ന് 1,05,000 മുകളിലെത്തി. തിങ്കളാഴ്ച വലിയ തോതിലുള്ള ചാഞ്ചാട്ടമാണ് വിപണിയിൽ ദൃശ്യമായത്. രാവിലെയും ഉച്ചയ്ക്കുമായി 7,000-ലധികം രൂപ ഇടിഞ്ഞ ശേഷമാണ് സ്വർണ്ണവില തിരിച്ചു കയറിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാനുമായി ചർച്ച നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തുടർന്ന് എണ്ണവില 15% ഇടിഞ്ഞതിന് പിന്നാലെയാണ് സ്വർണ്ണവില തിരിച്ചു കയറിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധിയുടെ സൂചന നൽകിയ എണ്ണവില ബാരലിന് $110 കടന്നും കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിന്റെ പ്രതിഫലനം എന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില താഴ്ന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കത്തിൽ വൻ കുതിപ്പ് നടത്തിയ സ്വർണ്ണവില പിന്നീട് ഇടിയുന്നതാണ് കണ്ടത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നു കുതിക്കാൻ കാരണം. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ 2-നും 3-നും നാലമ്പല പ്രവേശനത്തിന് നിയന്ത്രണം. ഗുരുവായൂരപ്പന്റെ ശുദ്ധി, ശ്രീഭൂതബലി ചടങ്ങുകൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്നേ ദിവസങ്ങളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ കഴിയുന്നതുവരെ നാലമ്പലത്തിൽ ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചു. ഉപദേവശുദ്ധി ചടങ്ങുകൾ ഏപ്രിൽ 4, 5, 6 തീയതികളിൽ നടക്കും. മതം മാറിയാൽ പിന്നീട് പട്ടികജാതി പദവിക്ക് അർഹതയുണ്ടാകില്ലെന്ന് വ്യക്തമാക്കി സുപ്രധാന വിധി പുറപ്പെടുവിച്ച് സുപ്രീംകോടതി.
മതപരിവർത്തനം നടത്തുന്ന വ്യക്തികൾക്ക് പട്ടികജാതി പദവിക്ക് അർഹതയുണ്ടാവില്ലെന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവച്ചു. ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. 1950 ഭരണഘടനാ ഉത്തരവ് പ്രകാരം ഹിന്ദു, സിഖ്, ബുദ്ധ മതങ്ങളല്ലാതെ മറ്റ് ഏത് മതം സ്വീകരിച്ചാലും പട്ടികജാതി പദവി നൽകാൻ അർഹതയില്ല. ഭരണഘടനാ പ്രകാരമോ പാർലമെന്റ് നിയമനിർമ്മാണത്തിലൂടെയോ സംസ്ഥാന നിയമസഭയുടെയോ നിയമപരമായ ആനുകൂല്യങ്ങളോ സംരക്ഷണമോ സംവരണമോ അവകാശമോ അവകാശപ്പെടാൻ പിന്നീട് കഴിയില്ല. 1950 ഉത്തരവിന്റെ ക്ലോസ് 3 വ്യക്തമാക്കിയിട്ടുള്ളതല്ലാത്ത ഏതെങ്കിലും മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ പട്ടികജാതി പദവി ഉടനടി നഷ്ടപ്പെടുമെന്ന് കോടതി വ്യക്തമാക്കി. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് പാസ്റ്ററായി പ്രവർത്തിച്ച വ്യക്തിയാണ് തന്നെ ആക്രമിച്ച ചില വ്യക്തികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം കേസ് ഫയൽ ചെയ്തത്. ഈ കേസിന്റെ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഉത്തരവ്. SC/ST നിയമപ്രകാരമുള്ള സംരക്ഷണമാണ് പാസ്റ്റർ അവകാശപ്പെട്ടത്. എന്നാൽ ഇത് നൽകേണ്ടതില്ലെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ക്രിസ്തുമതത്തിൽ ജാതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി വിധി. ഈ ഉത്തരവാണ് സുപ്രീം കോടതി ശരിവെച്ചത്. താൻ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് മാറിയിരുന്നു എന്ന പാസ്റ്ററുടെ വാദം ശരിവെക്കാൻ തെളിവുകളില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പരാതിക്കാരൻ ഇപ്പോഴും ക്രിസ്തുമതം പിന്തുടരുന്ന ആളാണെന്ന് വ്യക്തമാണ്. ഞായറാഴ്ചകളിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തുന്നുമുണ്ട്. പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടക്കുന്ന സമയത്തും പിന്നീടും അദ്ദേഹം പാസ്റ്ററായി പ്രവർത്തിക്കുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 10 കിലോയുടെ ഗാർഹിക സിലിണ്ടറുകൾ വിതരണം ചെയ്യുമെന്ന പ്രചരണം വ്യാജമെന്ന് കേന്ദ്രം. തൂക്കം കുറയ്ക്കുന്ന റിപ്പോർട്ടുകൾ ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും കിംവദന്തികളിൽ ആരും വിശ്വസിക്കരുതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഗാർഹിക LPGയുടെ അളവ് കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 14.2 കിലോയുടെ ഗാർഹിക LPG സിലിണ്ടറുകൾ 10 കിലോയാക്കി മാറ്റുന്നു എന്ന റിപ്പോർട്ടുകൾ തികച്ചും ഊഹാപോഹമാണ്. ദയവായി അത്തരം വാർത്തകൾ വിശ്വസിക്കരുത് എന്നാണ് പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന മന്ത്രിതല യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കെ സുജാത ശർമ്മ വിശദമാക്കിയത്. LPG വിതരണം സുസ്ഥിരമാക്കാനും കരിഞ്ചന്ത തടയാനുമാണ് നിലവിൽ സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും സുജാത ശർമ്മ വിശദമാക്കി. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 3.5 ലക്ഷം ഗാർഹിക വാണിജ്യ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG കണക്ഷനുകൾ നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. LPG വിതരണത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിതരണ കേന്ദ്രങ്ങളിൽ സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ല. ആളുകൾ പരിഭ്രാന്തരായി സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഡെലിവറി സാധാരണ നിലയിലായി എന്നാണ് സുജാത ശർമ്മ വിശദമാക്കിയത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകൾ അനുവദിക്കുന്നതിൽ പുതിയ നയം കൊണ്ടുവന്നതായും ജോയിന്റ് സെക്രട്ടറി അറിയിച്ചു. കുറ്റിച്ചിറ കുളത്തപ്പള്ളി വീട്ടിൽ കുട്ടപ്പൻ നായർ നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണവുമായി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ. ഡോക്ടർ VR പത്മനാഭൻ രചിച്ച വിജയപഥത്തിലെ നാഴികക്കല്ലുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. UDF സ്ഥാനാർത്ഥി റോജി M. ജോണിന്റെ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാൻ കാർഡിനായി അപേക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ ഏപ്രിൽ 1 മുതൽ മാറ്റം. ലെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നതിനായി നിയമത്തിൽ സുപ്രധാന ഭേദഗതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.